ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു കൂഴച്ചക്കപ്പഴം വെച്ചിട്ട് കുമ്പിളപ്പം ഉണ്ടാക്കാം. ഈ മഴക്കാലത്ത് സീസണിലെ ലാസ്റ്റത്തെ ചക്കയപ്പമാണ് കേട്ടോ. അതിനുവേണ്ടി നമുക്ക് ഒരു 1/2 കിലോ റവ നന്നായി വറുത്തെടുക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കപ്പഴം മിക്സിയുടെ ജാറിലിട്ട് അടിച്ച് നന്നായിട്ട് ആ റവയിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പോഴേക്കും ഒരു 5 ആണി മുഴുത്ത ആണി വെല്ലം നന്നായി ഉരുക്കാനായിട്ട് വെക്കാം. അത് നന്നായിട്ട് ഉരുകി പാനിയായി കട്ടിയുള്ളൊരു പാനിയായി വരുമ്പോൾ നമുക്കത് വാങ്ങി വെക്കാം. അല്പം തണുത്താലേ നമുക്ക് ചേർക്കാനാവുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് ഒരു ആവശ്യത്തിനുള്ള ഒരു ചെറിയ തേങ്ങ നന്നായി ചീകി എടുത്ത് വെക്കാം. ആ തേങ്ങ ചിരകിയതും എടുത്ത് വെച്ച് ഒരു 4 ഏലക്കായും ഒരു 1/2 സ്പൂണോളം നല്ല ജീരകവും ചെറിയ ജീരകവും കൂടി ചേർത്ത് നന്നായി പൊടിച്ചിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല സ്വാദായിരിക്കും ഏലക്കായൊക്കെ ചേർത്താൽ. അല്ലെങ്കിൽ ജീരകം ഉള്ളെങ്കിൽ ജീരകം മാത്രം ചേർത്താലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് കറുവയുടെ ഇലയിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇതിനൊരു പ്രോസസ്സിംഗ് ഒക്കെ ഉണ്ട്. ആദ്യം നമ്മളിതൊരു ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടി തന്നെ വെച്ചിട്ട് ഒന്ന് ചൂടാകാൻ വേണ്ടി വെക്കണം. അന്നേരം അത് വേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഗ്യാസ് കൂടുതലുള്ളതൊക്കെ അങ്ങ് പോയിക്കോളും. പിന്നെ ഇലയ്ക്ക് ഇടനേലയുടെയൊക്കെ ടേസ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാനത് വെച്ചിട്ടുണ്ട്. വറുത്ത് വെച്ച റവയിലേക്ക് ചക്കപ്പഴം ഇട്ടു. നമ്മൾ വെച്ച് പൊടിച്ച ഏലക്കായും ജീരകവും ഇട്ടു. ബാക്കി തേങ്ങയിട്ടു. അല്പം ഉപ്പ് നീരൊഴിച്ചു. നമ്മൾ കാച്ചി വെച്ചിരുന്ന വെല്ലത്തിൻ്റെ പാനിയും കൂടി അതിലേക്ക് നന്നായി ചേർക്കാം. ചേർത്തിട്ട് കൈ കൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. ഇടനേല ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ കറുവയുടെ ഇല എടുത്തത്. അല്ലെങ്കിൽ ഒരു കുളിർമാവിൻ്റെ ഇലയുണ്ട്, അതെടുത്താലും നല്ലതാണ്. കറുവയുടെ ഇലയ്ക്ക് ഇങ്ങനെ ചെയ്താൽ ഇതിന് ഗ്യാസും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല ടേസ്റ്റായിരിക്കും കഴിക്കാൻ. അതുപോലെ തന്നെ അരിപ്പൊടി ചേർത്താലും നല്ലതാണ്. ഏറ്റവും നല്ലത് റവയും അരിപ്പൊടിയും കൂടി മിക്സാക്കി ചേർത്താലും മതി. ചിലത് ചക്കയപ്പം ഉണ്ടാക്കുമ്പം പുഴുങ്ങലരി വറുത്ത് പൊടിച്ചിട്ട് ആ പൊടിക്കകത്തുണ്ടാക്കും. അതും ടേസ്റ്റാണ്. ഏറ്റവും നല്ലത് റവയാകട്ടോ. നമ്മൾ ഉണ്ടാക്കി നോക്കിയതിലേക്ക് വെച്ച് നമ്മുടെ ഇലയൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ തുടച്ചെടുത്തതാണ്. അത് നമുക്ക് ഓരോ സ്പൂൺ വീതം നിറച്ചിട്ട് ചെറുതായിട്ട് അതിൻ്റെ ഷേപ്പിൽ കുത്തി കൊടുക്കാം. പക്ഷേ ഇലയെ അതുകൊണ്ട് തന്നെ നമുക്ക് മടക്കി വെക്കാം. അല്ലാണ്ട് പ്രത്യേകിച്ച് ഈർക്കലൊന്നും ഉപയോഗിക്കേണ്ട. എല്ലാം അങ്ങനെ കുമ്പിളാക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഇഡ്ഡലി പാത്രം ചൂടായി വരുമ്പോൾ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് അതിലേക്ക് അത് പെറുക്കി വെച്ച് വേവിച്ചെടുക്കാം. പണ്ടത്തെ നല്ല ട്രഡീഷണൽ പലഹാരമാണ്. എല്ലാവർക്കും ഇപ്പോഴും അത് പണ്ടത്തെ ആണെങ്കിലും ഒട്ടും കാലപ്പഴക്കം വരാത്ത കൈമോശം വരാത്ത ഒരു പലഹാരം. എല്ലാവർക്കും എപ്പോഴും ഉണ്ടാക്കി കൊടുത്താൽ ഇഷ്ടമുള്ളതാണ്. ഈ സീസണിൽ ഇനി ചക്കപ്പഴം കിട്ടിയില്ലെങ്കിൽ അടുത്ത സീസണിലാണെങ്കിലും ഇതുപോലെ ചക്കപ്പഴം ഉണ്ടാക്കുമ്പം നിങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. വിറകടുപ്പിൽ തന്നെയാണ് ഞാൻ വെച്ചത്. ഗ്യാസൊക്കെ നമുക്ക് ലാഭിക്കാമല്ലോ. അങ്ങനെ നമ്മുടെ കുമ്പിളപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കട്ടൻ ചായയുടെ കൂടെ കഴിക്കാൻ കുമ്പിളപ്പം അങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ വീഡിയോകൾ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇനിയും നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും വേണം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.